Dear students, parahemophilia is due to the deficiency of ഏത് ക്ലോട്ടിംഗ് ഫാക്ടറാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ഫാക്ടർ 8, ഫാക്ടർ 9, ഫാക്ടർ 11, ഫാക്ടർ 5. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഫാക്ടർ 5 ആണ്. ഇതിന് വേറെ പേര് കൂടിയുണ്ട്, ഓറൻസ് ഡിസീസ് എന്ന് കൂടി പറയും. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഓറൻസ് ഡിസീസ് OWREN ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ പറയാം. ഹീമോഫീലിയ A, B, C, വോൺ വില്ലി-ബ്രാൻഡ് ഡിസീസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടർ 8 ഡെഫിഷ്യൻസി മുഖേന ഉള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ഡെഫിഷ്യൻസി മുഖേന ഉള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ദെൻ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11, ഫാക്ടർ 11 ഡെഫിഷ്യൻസി മുഖേന ഉള്ളതാണ്. ഇനി എന്താണ് വോൺ വില്ലി-ബ്രാൻഡ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടർ 8 തന്നെ ഒരു പാർട്ടായിട്ടുള്ള വോൺ വില്ലി-ബ്രാൻഡ് ഫാക്ടറിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഫാക്ടർ 8 ഫോം ചെയ്യാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിലുണ്ടാകുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് പൂർണ്ണമായ ഫാക്ടർ 8 ഡെഫിഷ്യൻസി അല്ല, അതിൻ്റെ ഫോമേഷന് വേണ്ടിയുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ ഡെഫിഷ്യൻസി എന്നുള്ള രീതിയിൽ ആലോചിക്കണം. അതുകൊണ്ടാണ് അതിനെ വോൺ വില്ലി-ബ്രാൻഡ് ഡിസീസ് എന്ന് പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ ചില രോഗങ്ങൾ എക്സ് ലിങ്ക്ഡ് ആണ്, ചില രോഗങ്ങൾ ഓട്ടോസോമലാണ്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? നമ്മുടെ ഓരോ കോശങ്ങളിലുമുള്ള ക്രോമസോമിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 23 പെയർ അല്ലെങ്കിൽ 46 ആണ്. 46 എന്ന് പറയുന്നത് 44 ഓട്ടോസോംസും 2 സെക്സ് ക്രോമസോമുമാണ്. ആ 2 സെക്സ് ക്രോമസോം മെയിൽസിനാണെങ്കിൽ XY എന്നും ഫീമെയിൽസിനാണെങ്കിൽ XX എന്നും നിലനിൽക്കുന്നു. ഇതിൽ ഹീമോഫീലിയ A, B എന്ന് പറയുന്ന 2 രോഗങ്ങളും എക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള രോഗങ്ങളാണ് എന്ന് പറയുമ്പോൾ സെക്സ് ക്രോമസോമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അത് തന്നെ റെസസീവ് ലെവലിലാണ് നിൽക്കുന്നത്. എന്താണ് ഡോമിനൻ്റ് ആൻഡ് റെസസീവ് ഡിസീസ്? അത് എക്സ് ലിങ്ക്ഡ് ആണെങ്കിലും ഓട്ടോസോമലാണെങ്കിലും ചില രോഗങ്ങൾ റെസസീവ് ആയിരിക്കും, ചില രോഗങ്ങൾ ഡോമിനൻ്റ് ആയിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ്, റെസസീവ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തവണയും അവൻ സിംറ്റം കാണിക്കുന്ന രീതിയിൽ സിവിയർ ഫോം ആയിരിക്കില്ല. എപ്പോഴാണോ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നത്, ഇൻഫെക്ഷൻ വരുന്നത്, ഇഞ്ചുറി വരുന്നത്, ഈ സാഹചര്യങ്ങൾ ഈ രോഗം കൂടി കയറി കടുത്ത രീതിയിൽ ബോഡിയിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യും. ബോഡിയിൽ ഒളിഞ്ഞു നിൽക്കുകയും തക്കം പാർത്തിരിക്കുകയും അതിന് പറ്റിയ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് അത് അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നതാണ് റെസസീവ് ഡിസീസ്. ദെൻ ഡോമിനൻ്റ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് അതിൻ്റെ സിംറ്റംസ് ഉണ്ടാവും, അതൊരു സിവിയർ ഫോമായിട്ടായിരിക്കും എപ്പോഴും പ്രസൻറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഹീമോഫീലിയ A, B എന്ന് പറയുന്നത് എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസാണ്. ദെൻ ഹീമോഫീലിയ C അതേപോലെ വോൺ വില്ലി-ബ്രാൻഡ് ഡിസീസ്, അതേപോലെ തന്നെ പാരാഹീമോഫീലിയ, ഇതെല്ലാം ഓട്ടോസോമൽ ഡിസീസാണ്. ഈ ഓട്ടോസോമൽ ഡിസീസിനകത്ത് 2 ഓട്ടോസോമൽ റിസസീവ് ആണ്. ഞാൻ ഈ പറഞ്ഞ കൂട്ട് തന്നെ എപ്പോഴും പ്രകടമായ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഹീമോഫീലിയ C, പാരാഹീമോഫീലിയ, ഇത് 2 ഓട്ടോസോമൽ റിസസീവ് ആണ്. അതേസമയം വോൺ വില്ലി-ബ്രാൻഡ് ഡിസീസ് ആ ഒരു ലേബലിൽ തന്നെ അറിയപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോസോമൽ ഡോമിനൻ്റ് ഡിസീസാണ്. ഈ 44 ക്രോമസോമിൽ 1 ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ഡോമിനൻ്റ് ആയതുകൊണ്ട് തന്നെ പ്രകടമാണ്, ഇതിൻ്റെ എക്സ്പ്രഷൻ പ്രകടമാണ്, ഓൾവേസ് പ്രസൻ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ അത് മാറ്റിയും തിരിച്ചും താഴെ പറയുന്നതിൽ ഏതാണ് ഓട്ടോസോമൽ ഡോമിനൻ്റ്, റെസസീവ്, എക്സ് ലിങ്ക്ഡ് റെസസീവ് എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് എഴുതാൻ പറ്റണം. ഒരു പരീക്ഷ കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലേക്ക് പോകുന്നത് സാധാരണ ഇത്തരത്തിൽ ജനറ്റിക്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴാണ്. പല കുട്ടികളും ഇത് ഓർത്തിരിക്കാൻ പാടായതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ പഠിക്കേണ്ട ഈ ഓട്ടോസോമൽ റെസസീവ് ഡിസീസ് ഏതൊക്കെയാണ്, അതേപോലെ ഡോമിനൻ്റ് ഏതൊക്കെയാണ്, ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഒരു ന്യൂമോണിക്സ് വെച്ച് പഠിക്കണം. അതേപോലെ എക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റ് ഏത്, എക്സ് ലിങ്ക്ഡ് റെസസീവ് ഏത്, അപ്പോൾ അതെല്ലാം നമുക്ക് ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. താങ്ക് യു.